എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് സവാള തക്കാളിയൊക്കെ വെച്ചിട്ട് നല്ല പ്ലെയിൻ ആയിട്ടുള്ളൊരു ഗ്രേവിയാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. തമിഴ്നാട്ടിൽ ഈ കറി ഭയങ്കരമായിട്ട് പ്രസക്തമാണ്. അപ്പോൾ അവിടെ ഇതേപോലെ ചപ്പാത്തിയുടെയും ഇഡ്ഡലിയുടെയും ദോശയുടെയൊക്കെ കഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു മിക്സിയുടെ ബൗളിലേക്ക് ഒരു 10 കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് നാളികേരം, അല്ലെങ്കിൽ പീസാണെങ്കിലും മതി കേട്ടോ നാളികേരത്തിൻ്റെ. പിന്നെ 1/2 ടീസ്പൂൺ പെരുംജീരകം, 1 ടീസ്പൂണോളം കശകശ, ഒരു ലൈറ്റ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ പേസ്റ്റാക്കി അരച്ച് വെച്ചേക്കാം. ഇനിയിപ്പോൾ വേണ്ടത് ഒരു കുക്കറാണ് കേട്ടോ. കുക്കറിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഓയിലായാലും മതി കേട്ടോ. അപ്പം ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു മീഡിയം സൈസ് സവാളയൊക്കെ എടുത്തിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് പെരുംജീരകവും പട്ടയും ഗ്രാമ്പും ഏലക്കയും ഒന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് സവാള കൊത്തിയരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേനും അതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വേണ്ടത് മല്ലിയിലയും പുതിനയിലയാണ് കേട്ടോ. അപ്പോൾ പുതിനയില കുറച്ച് കുറവും മല്ലിയില കുറച്ച് അധികമായിട്ടാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാനിതിൽ കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ അതും കൂടി ചേർത്തിട്ടുണ്ട് 1 ടീസ്പൂൺ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി, 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ അതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ മസാലയുടെയൊക്കെ പച്ചമണം മാറിക്കഴിയുമ്പോഴത്തേനും ഇതിലേക്ക് നമ്മൾ ചിക്കൻ മസാലയാണ് കേട്ടോ ചേർക്കുന്നത്. അതൊരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു അല്പം എണ്ണയുടെ പോരായ്ക ഉണ്ടെങ്കിൽ അതോടെ ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന കാഷ്നട്ടും തേങ്ങയൊക്കെ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ളൊരു വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത്രയും മതിയാവും കേട്ടോ. പിന്നെ വേണമെങ്കിൽ ലാസ്റ്റ് ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത്രയും മതി. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 2-3 വിസിൽ ഒന്ന് അടുപ്പിച്ചെടുക്കാം. കറി ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ലതാണ് കേട്ടോ. കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനും. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു മുട്ട വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വിസിലൊക്കെ പോയി തീർന്നിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കി കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് കറിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല സ്മെല്ലാണ് കേട്ടോ ഈ കറിക്ക്. നമുക്ക് ബിരിയാണിയുടെ കൂടെയൊക്കെ കഴിക്കാൻ കിട്ടും ഈ ഒരു കറി. ഇനിയിപ്പോൾ ഇനി ഇതിലേക്ക് ഒരല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇച്ചിരി ഉപ്പിൻ്റെ പോരായ്ക ഉണ്ടെങ്കിൽ ഒന്ന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി നല്ലപോലെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഗ്രേവി മതി കേട്ടോ. ഇച്ചിരി തിക്കായിട്ടിരിക്കുന്നതാണ് കേട്ടോ ഈ കറിക്ക് ടേസ്റ്റ് കിട്ടുന്നത്. നല്ല ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയൊക്കെ കൂടെ കഴിക്കാൻ സൂപ്പറാണ്. ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാനും സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ പോയിട്ട് വരാം.